ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പറഹോള സിസ്റ്റമൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത്, അതായത് വീടിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ പ്രകാശം കാര്യങ്ങളൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഹോള സിസ്റ്റമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ടെമ്പേർഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ താഴെ കൊടുക്കാറ്. അതായത് ടെമ്പേർഡ് ഗ്ലാസ് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടെമ്പേർഡ് ഗ്ലാസ് ആണെങ്കിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടില്ല, പക്ഷേ ഏതെങ്കിലും കോർണറിലോ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ് ജസ്റ്റ് അത് മൊത്തം പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് കാണുന്നത്. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കർവിങ് സിസ്റ്റം കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം, അതായത് ഗ്ലാസ് ഇരിക്കുന്ന ലെവലിൽ കറക്റ്റായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അതല്ല, നമ്മൾ ഫ്രെയിമിൽ വെച്ച് ഡയറക്റ്റ് കൊടുക്കരുത്, അത് സിലിക്കോണിൽ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പിക്കാനായിട്ട്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ, അതായത് മുകളിൽ കാണുന്ന പറഹോള സിസ്റ്റത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പ്രകാശം വീടിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിലുള്ള പ്രകാശം കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതിന് മുന്നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചിൻ്റെ ചാനൽ അല്ലെങ്കിൽ 2 ഇഞ്ചിൻ്റെ ചാനലോ 3 ഇഞ്ചിൻ്റെ ചാനലോ ജിയുടെ ചാനൽ കറക്റ്റായിട്ട് സ്പിരിറ്റ് ലെവലിൽ വേണം നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട്. സ്പിരിറ്റ് ലെവലിൽ വെൽഡ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് 4 സൈഡുകളിലും ചെയ്തിട്ടതിന് ശേഷം, അതായത് കറക്റ്റ് ആ ബീഡിങ് ലെവലിൽ കൊടുത്തതിന് ശേഷം സപ്പോർട്ട് ചെയ്ത് സെൻറ്ററിൽ ഒരു ഇത്ര ഗ്യാപ്പിൽ ഒരു 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലെങ്കിലും സപ്പോർട്ട് ചെയ്ത് എക്സ്ട്രാ പീസുകൾ കൊടുക്കണം. അത് എക്സ്ട്രാ ഒരു 60 സെൻറ്റിമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ ആ ഉള്ളിൽ വരാവുന്ന ഏരിയകളിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഗ്ലാസ് അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട്. ഈ ഏരിയയിലാണ് നമ്മൾ ഗ്ലാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്ലാസ് വെക്കുമ്പോൾ വെറുതെ ഗ്ലാസ് വെക്കരുത്. കാരണം എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് തെന്നിയാൽ പോലും ഈ പറയുന്ന ഫ്രെയിമിൽ നിന്ന് തെന്നി താഴെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് സിലിക്കോൺ അതിൻ്റെ മുകളിൽ ടൈറ്റതിന് ശേഷം അതിൽ വേണം നമ്മൾ ഈ ഗ്ലാസ് ടൈറ്റ് ചെയ്യാൻ. ഗ്ലാസ് ടൈറ്റ് ചെയ്ത് സിലിക്കോണിൽ ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് ക്ലിയർ ചെയ്യാൻ. അതല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മണൽത്തരിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഗ്ലാസ് വെക്കുന്നത് സേഫ്റ്റി കൂടി ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾ സിംഗിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാകും, ഗ്ലാസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ അത്രയും സേഫ്റ്റി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ലെവലിനേക്കാൾ ബെറ്റർ, കുറച്ചുകൂടി ഈ പറയുന്ന 60 സെൻറ്റിമീറ്റർ ഹൈറ്റിനേക്കാൾ നല്ലത് ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ, മുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വേണം അതിൻ്റെ പറയുന്ന ഓരോ അഴികളുടെ അകലം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിപ്പോൾ ഇവരിങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടെങ്കിലും ഈ പറയുന്ന അതിൻ്റെ അഴികൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോയാലും ഒരു മനുഷ്യന് വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇതിപ്പോൾ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാക്കാം, വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് അതിൻ്റെ അകത്തേക്ക് താഴേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇനി അതല്ല, ഗ്രില്ല് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ മാത്രം താഴെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫുൾ മെറ്റലിൻ്റെ ഗ്രില്ല് സിസ്റ്റം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടുന്നതെങ്കിലും സേഫ്റ്റി പക്കയായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്തു, അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി, വളരെ സിമ്പിളായിട്ടൊരു വ്യക്തിക്ക് വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ പറഹോള സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സേഫ്റ്റി രീതിയിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സേഫ്റ്റി ബേസ് ചെയ്തിട്ട് എങ്ങനെ പറഹോള സിസ്റ്റം ചെയ്യാമെന്ന്, ഗ്ലാസ് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall.